അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ ഖവാത്തിറിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് മിനൽ ഹിക്മ. തത്വജ്ഞാനത്തിൽ നിന്നും. ഹിക്മ എന്നാൽ തത്വജ്ഞാനം. അൻ അമീറുൽ മുഅ്മിനീൻ അബി ഹഫ്സ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാൽ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്ത് അദ്ദേഹം പറയുന്ന ഹദീസാണ്. സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നിശ്ചയം പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ നിയ്യത്ത് കൊണ്ടാണ്. എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉദ്ദേശശുദ്ധി അനുസരിച്ചിട്ടാണ്. ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. തീർച്ചയായിട്ടും ഓരോ വ്യക്തികൾക്കും അവരെന്താണോ ഉദ്ദേശിച്ചത് അത് മാത്രമാണ് ലഭിക്കുക. റവാഹുൽ ബുഖാരി വൽ മുസ്ലിം. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഹദീസിൻ്റെ സഹിയായ രണ്ട് ഗ്രന്ഥങ്ങളാണ്. അതിൽ രണ്ട് ഇമാമുമാരാണ്, ബുഖാരി ഇമാമും മുസ്ലിം ഇമാമും. ഈ രണ്ട് ഗ്രന്ഥവും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊരു പ്രവർത്തനം ചെയ്താലും നമ്മുടെ ഉദ്ദേശശുദ്ധി അനുസരിച്ചായിരിക്കും അതിൻ്റെ പ്രതിഫലം ഉണ്ടാവുക. എന്താണോ ഒരു മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രമാണ് അദ്ദേഹത്തിന് ലഭിക്കുക. 2. അൽ ഇഹ്സാൻ. ഇഹ്സാൻ എന്നാൽ അൻ തഅബുദല്ലാഹ കഅന്നക തറ. നീ അള്ളാഹുവിനെ ആരാധിക്കലാണ്. കഅന്നക തറാഹു. നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ. അള്ളാഹുവിനെ നമ്മൾ കാണൂല, എന്നാൽ അള്ളാഹു നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നമ്മൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്നതിനാണ് ഇഹ്സാൻ എന്ന് പറയുക. ഫഇല്ലം തകുൻ തറാഹു. നീ അവനെ കാണുന്നില്ലെങ്കിലും അവനെ നീ കാണുന്നത് പോലെ ആരാധിക്കുക. ഫഇന്നഹു യറാഖ്. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. 3. അദ്ദീനു അന്നസീഹ. ദീന് എന്ന് പറഞ്ഞാൽ അന്നസീഹ, അത് നസീഹത്താണ്, സതുപദേശമാണ്. 4. ദഅ മാ യുരീബുക ഇലാ മാ ലാ യുരീബുക. ദഅ നീ ഒഴിവാക്കുക. മാ യുരീബുക നിനക്ക് സംശയമുള്ളതിനെ നീ ഒഴിവാക്കുക. ഇലാ മാ ലാ യുരീബുക സംശയമില്ലാത്തതിലേക്ക്. ഇപ്പോൾ സംശയമില്ലാത്തതിന് ഉറപ്പുള്ളതിനെ സ്വീകരിച്ച് സംശയമുള്ളതിനെ നീ ഒഴിവാക്കുക. റവാഹു തിർമിദി വൻ നിസായി. ഇമാം തിർമിദിയും അതുപോലെ ഇമാം നസായിയും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 5. ഇന്ന മിമ്മ അദ്റക്കൻ നാസ് മിൻ കലാമിൻ നുബുവത്തിൽ ഊല. ആദ്യ നുബുവത്തിൻ്റെ വാക്കുകളിൽ ജനങ്ങൾ എത്തിച്ചിരിക്കുന്ന കാര്യത്തിൽ പെട്ടതാണ് ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅത. നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ എന്താണോ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നിനക്ക് പ്രവർത്തിക്കാം. അഥവാ ഒരു മനുഷ്യൻ്റെ ലജ്ജ, അതാണ് അവനെ തെറ്റുകളിൽ നിന്നും അകറ്റി നിർത്തുന്നത്. ലജ്ജയില്ലെങ്കിൽ തോന്നിയതൊക്കെ മനുഷ്യൻ ചെയ്യും. റവാഹുൽ ബുഖാരി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. 6. അൽ ബിറു ഹുസ്നുൽ ഖുലുഖ്. നന്മ എന്നാൽ അത് സൽസ്വഭാവമാണ്. വൽ ഇസ്മു മാ ഹക ഫിൻ നഫ്സ്. അതേസമയം കുറ്റം എന്ന് പറഞ്ഞാൽ മാ ഹക ഫിൻ നഫ്സി, മനസ്സിൽ അസ്വസ്ഥത ഉളവാക്കുന്ന ഒന്നാണ്. വകരിഹത യത്തലി അലൈഹിന്നാസ്. ജനങ്ങൾ അത് കാണുന്നത് നീ വെറുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു തെറ്റായ കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച് നീ അത് ചെയ്യാൻ നീ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ നിൻ്റെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടാവും. ഇത്തരം കാര്യങ്ങളാണ് തെറ്റ് എന്ന് പറയുന്നത്. 7. കുൻ ഫിദ് ദുന്യ കഅന്നക ഗരീബ്. നീ ഈ ഭൗതിക ലോകത്ത് ഒരു വിദേശിയെ പോലെ ആകണം. ഗരീബ് എന്ന് പറഞ്ഞാൽ അപരിചിതൻ, വിദേശി. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴി യാത്രക്കാരനെ പോലെ ആകണം. അഥവാ ഒരാളും തന്നെ ഈ ലോകത്ത് സ്ഥിരതാമസക്കാരനല്ല, അതുകൊണ്ട് ഒരു വിദേശിയായിട്ട് നീ ജീവിക്കുക. ഒരു വഴി യാത്രക്കാരനായിട്ട്, ഒരു സഞ്ചാരിയായിട്ട് നീ ജീവിക്കുക എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. റവാഹുൽ ബുഖാരി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. 8. വമൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ. ഒരാൾ ഒരു വഴിയിൽ പ്രവേശിച്ചു, യൽതമിസു ഫീഹി ഇൽമൻ, ആ വഴിയിൽ അറിവ് അന്വേഷിച്ച് അറിവ് തേടിയാണ് അവൻ പ്രവേശിച്ചതെങ്കിൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ, അള്ളാഹു അവന് വഴി എളുപ്പമാക്കും. ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്.
ഒൻപതാമത്തത് അൽ മുസ്ലിമു, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അൻ സലിമൻ നാസിമിൽ ലിസാനിഹി, മറ്റ് മുസ്ലിമീങ്ങൾ അവൻ്റെ നാവിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. അഥവാ ഇവൻ വേറൊരാളെയും കുറ്റം പറയൂല. വയദീഹി, അവൻ്റെ കയ്യിൽ നിന്ന്, അഥവാ ഇവനാരെയും ആക്രമിക്കുകയില്ല. വൽ മുഅ്മിനു മൻ അമിനഹുന്നാസ് അല അംവാലിഹിം വ അംഫുസിഹിം. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മൻ അമിനഹുന്നാസ്, ഒരാളാണ്. അമിനഹുന്നാസ്, ജനങ്ങൾക്ക് അവനെ പേടിയില്ല, നിർഭയമാണ് അവനെ തൊട്ട്. അല അംവാലിഹിം, അവരുടെ സ്വത്തിൽ, വ അംഫുസിഹിം, അവരുടെ ശരീരങ്ങളിൽ. അപ്പോൾ ഒരാൾക്കും നമ്മളെ സ്വത്തിലോ ശരീരത്തിലോ നമ്മളെ ആരും ആക്രമിക്കുകയില്ല എന്ന് ഒരാളെക്കുറിച്ച് വിശ്വസിക്കുന്നുവോ അവനാണ് മുഅ്മിൻ. വ അംഫുസിഹിം, അവരുടെ ശരീരത്തിലും ഒക്കെ നിർഭയമുള്ളവരാണ്. വൽ മുഹാജിറു, ഈ മുഹാജിർ എന്ന് പറഞ്ഞാൽ മൻ ഹജറൽ ഖതായ, ഈ തെറ്റുകളെ വിലങ്ങിയവനാണ്. വദുനൂബ്, കുറ്റങ്ങൾ. വൽ മുജാഹിദു, മുജാഹിദ് എന്ന് പറഞ്ഞാൽ മൻ ജാഹദ നഫ്സഹു ഫി തഅത്തില്ല, അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൽ തൻ്റെ ശരീരത്തെ ത്യജിച്ചിരിക്കുന്ന ആളാണ്, അതിനുവേണ്ടി ശരീരത്തോട് പോരാട്ടം നടത്തുന്ന ആളാണ്. യഥാർത്ഥത്തിൽ മുഹാജിർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തവരാണ്, സ്വന്തം വീടും കുടുംബമൊക്കെ ഒഴിവാക്കി പോയവരാണ്. അത് യഥാർത്ഥ മുഹാജിരിങ്ങളാണ്. എന്നാൽ തെറ്റുകളോട് വിട പറഞ്ഞ, തെറ്റുകൾ വെടിഞ്ഞ ആളുകൾക്കും മുഹാജിർ എന്ന് പറയും. രണ്ടും രണ്ടർത്ഥത്തിലാണ്. മുജാഹിദ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പോരാടുന്ന, ഇസ്ലാമിക യുദ്ധത്തിൽ ഇസ്ലാമിന് വേണ്ടി പോരാടുന്ന ആളുകളാണ് മുജാഹിദീങ്ങൾ. അതേ സമയത്ത് സ്വന്തം ശരീരത്തിന്, അള്ളാഹുവിനെ വഴിപ്പെടാൻ ശരീരത്തിന് മടിയായിരിക്കും. അപ്പം അതിനു വേണ്ടി ശരീരത്തിനോട് പോരാട്ടം നടത്തുന്നവർക്കും മുജാഹിദ് എന്ന് പറയും. രണ്ടും രണ്ട് അർത്ഥത്തിലുള്ള മുജാഹിദാണ്. റവാഹുൽ ലൈസ് അൻ അബി ഹാനി അൽ ഖൗലാനി, അതായത് തൊട്ട് ലൈസ് എന്നവർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇനി ഇവിടെ കുറച്ച് വാക്കുകളുടെ അർത്ഥം അറബിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നസീഹ എന്ന് പറഞ്ഞാൽ ഹിയാസത്തുൽ ഹല്ലി ലിൽ മൻസൂഹ, ഉപദേശം എന്നാണ് നസീഹത്ത്, ഉപദേശം. യുരീബു എന്നുള്ളത് സംശയിക്കുക, മിനർ റൈബ്, റൈബിൽ നിന്നാണ്. ഹുവ ശക്ക് വ തറദ്ദുദ്, സംശയം, ചാഞ്ചാട്ടം ഒക്കെയാണ്. ലം തസ്തഹി എന്ന് പറഞ്ഞാൽ മിൻ ഇസ്തഹിയ അൽ ഹയാ ബിഹദഫിൽ യാഇ ലിൽ ജാസിം. ഹയ, ലജ്ജ എന്ന വാക്കിൽ നിന്നാണ് അതുള്ളത്. ഹക്ക തറദ്ദദ വ അസ്സറ ഇൽത്തിറാബൻ വ കലക്കൻ വ നുഫൂറൻ, അസ്വസ്ഥതയുണ്ടാവുക. ഇത്തല അലൈഹിന്നാസ് അയ്യറ ഉലമാവുന്നാസ്, വലിയ ആളുകൾ അത് കാണുക എന്നുള്ളതാണ്. ജനങ്ങളിൽ നിന്നും വലിയ വലിയ ആളുകൾ അത് കാണുക, അതാണ് ഇത്തല അലൈഹിന്നാസ്. ഗരീബ് മയ്യസ്കുനു ഫി ഗൈരി വത്തനിഹി, സ്വന്തം നാടല്ലാത്ത മറ്റു നാട്ടിൽ താമസിക്കുന്ന ആൾക്കാണ് ഗരീബ് പറയാം, വിദേശി. ആബിർ സബീൽ ജായിസു തരീഖ്, വഴിയാത്രക്കാരൻ. ഇൽത്തമസ എന്ന് പറഞ്ഞാൽ ത്വലബ, അന്വേഷിക്കുക. ഹജറ തറക്ക, ഒഴിവാക്കുക. ജാഹദ എന്ന് പറഞ്ഞാൽ ബദല ജുഹുദഹു ഫി, അതിൽ അവൻ്റെ പ്രവർത്തനം ചെലവഴിക്കുക, ഉദ്യമം ചെലവഴിക്കുക. ജാഹദ എന്ന് പറഞ്ഞാൽ പോരാടുക എന്നാണ് എൻ്റെ അർത്ഥം. മഫാദുൽ അഹാദീസ്, ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ. അൽ അമലു ലാ യസിഹു ഇല്ലാ ബിൻ നിയ്യത്തി, ഒരു പ്രവൃത്തിയും നിയ്യത്ത് കൊണ്ടല്ലാതെ, ഉദ്ദേശശുദ്ധി കൊണ്ടല്ലാതെ ശരിയാവില്ല. വൈനൽ ഇൻസാൻ യഊദു അലൈഹി മിൻ നഫ്ഇ അമലിഹി വദററിഹി ബിഹസ്ബി നിയ്യത്തിഹി, തീർച്ചയായിട്ടും മനുഷ്യൻ അവനിലേക്ക് മടങ്ങുന്നു. മിൻ നഫ്ഇ അമലിഹി, അവൻ്റെ പ്രവർത്തനങ്ങളുടെ ഉപകാരം, വദററിഹി, അതിൻ്റെ ഉപദ്രവമൊക്കെ മടങ്ങുന്നത് ബിഹസ്ബി നിയ്യത്തിഹി, അവൻ്റെ നിയ്യത്ത് പ്രകാരമാണ്. അൽ ഇഹ്സാനു, ഇഹ്സാൻ എന്നാൽ ഹുവ അൻ യുതി അൽ അബ്ദു റബ്ബഹു, ഒരു അടിമ തൻ്റെ യജമാനനോട് വഴിപ്പെടലാണ്. മുഖ്ലിസൻ ഖാലിയൻ, ആത്മാർത്ഥമായിട്ട്. ഖാലിയൻ, വിധേയമായിക്കൊണ്ട്. ഖാഷിയൻ, ഭയപ്പെട്ട്. കഅന്നഹു തുആനീഹി, അതെ, സൃഷ്ടാവിനെ, യജമാനനായ അള്ളാഹുവിനെ കാണുന്നത് പോലെ. ലിഅന്നല്ലാഹ മുത്തലിയുൻ അലാ സിർരിഹി വ അലാനിയത്തി, കാരണം അള്ളാഹു തആല ഈ അടിമയുടെ രഹസ്യവും പരസ്യവും ഒക്കെ അറിയുന്ന ആളാണ്.
അപ്പോൾ തിരിച്ച് അള്ളാഹുവിനെ കാണുന്നത് പോലെ ഒരടിമ തൻ്റെ റബ്ബിനെ പ്രാർത്ഥിക്കുമ്പോൾ, റബ്ബിനെ വഴിപ്പെടുമ്പോഴാണത് ഇഹ്സാനാവുക. 3 ഇമാദുദ്ദീൻ അൻ-നസീഹ. ദീനിൻ്റെ ഒരു തൂണാണ് നസീഹ, ഉപദേശം. കുല്ലു ജാമിഅത്തിൻ വയുറാദു ബിഹ അൽ ഈമാനു ബില്ലാ. നസീഹ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കലിമത്തുൻ ജാമിയത്തുൻ, ഒരു ജാമിഅയ എല്ലാത്തിനെ ഉൾക്കൊള്ളുന്നൊരു വാക്കാണ്. വയുറാദു ബിഹ ഇവിടെ അതിനെക്കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അൽ ഈമാനു ബില്ലാഹി, അള്ളാഹുവിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. വതഅത്തിഹി, അവനെ വഴിപ്പെടുക. വതസ്ദീഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വതസ്ദീഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാസ്തവമാക്കുക. ഹിയ ഉസുന്നത്തി, നബിയുടെ ചര്യയെ ജീവിപ്പിക്കുക. ഇതാഅത്തുൽ ഉമറാഇ, അതുപോലെ നേതാക്കന്മാരെ അനുസരിക്കുക. വജൽബുൽ മനാഫിഅ ഇലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക. കഫുൽ അദാൻഹും, മുസ്ലിമീങ്ങളെ തൊട്ട് പ്രയാസങ്ങളെ തടഞ്ഞു വെക്കുക. ഇതൊക്കെയാണ് നസീഹത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെറും ഒരു ഉപദേശം എന്നുള്ള നിലക്കല്ല, അള്ളാഹുവിനെ വഴിപ്പെടുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുക, അംഗീകരിക്കുക, നബിയുടെ സുന്നത്തിനെ ജീവിപ്പിക്കുക, നേതാക്കന്മാരെ അനുസരിക്കുക, സാധാരണ മുസ്ലിമീങ്ങൾക്ക് ഉപകാരം ചെയ്യുക, അവരെ ഉപദ്രവിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് വരുന്ന ഉപദ്രവത്തെ തടയുക. ഇത്തരം കാര്യങ്ങൾക്കാണ് നസീഹത്ത് എന്ന് പറയുന്നത്. 4 അൽ മുഅ്മിനു വറഉൻ യത്റുകു മിനൽ ഉമൂരി മാ യശക്കു ഫീ കൗനിഹി ഹുസ്നൻ ഔ കബീഹൻ ഔ ഹലാലൻ ഔ ഹറാമൻ വയഖുദു മാ യത്തഫിഖു ഹുസ്നി വഹില്ലി. മുഅ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വറഉൻ, ഈ സൂക്ഷ്മത പുലർത്തുന്ന വ്യക്തിയാണ്. യത്റുകു മിനൽ ഉമൂരി, കാര്യങ്ങളിൽ നിന്നും അയാൾ ഒഴിവാക്കും. മാ യശക്കു ഫീ കൗനിഹി ഹസനൻ ഔ കുബാൻ, നല്ലതാവട്ടെ ചീത്തയാവട്ടെ, അവന് സംശയം തോന്നുകയാണെങ്കിൽ, ഹലാലം ഔ ഹറാമൻ, ഹറാമാണോ ഹലാലാണോ, അപ്പോൾ ഇയാൾക്ക് സംശയം തോന്നുകയാണ്, അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കും. ഹറാമാവാൻ സാധ്യത ഉണ്ട് എന്ന് കണ്ടാൽ ഒഴിവാക്കും. വയോഹുദുമായ എത്തഫിഖു ഹുസ്നി വഇല്ലിഹി, അതിൽ നിന്നും അവന് ഹലാലായതും നല്ല കാര്യങ്ങളുമായ കാര്യങ്ങൾ മാത്രമേ അവൻ തിരഞ്ഞെടുക്കൂ. എന്തോ അത് ഹറാമിനോട് സാധ്യത ഉണ്ടെങ്കിൽ അതവനെ ഒഴിവാക്കും. അത് ഹലാലാണെങ്കിലും ശരി, അവനത് ഒഴിവാക്കും. 5 അപ്പോൾ ഇത്തരം ആളുകളാണ് ഒരു വറആയ മുഅ്മിൻ, ഒരു സൂക്ഷ്മതയുള്ള മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അത്തരം ആളുകളാണ്. 5 ഇത്തഫഖത്ത് ശരീഅത്തുൽ അംബിയാഇ അലാ അന്നൽ ഹയാഅ ഖൈറുൻ കുല്ലി. നബിമാരുടെ ശരീഅത്തുകളൊക്കെ യോജിച്ചു, അഥവാ മുൻഗാമികളായ നബിമാരുടെ ശരീഅത്തുകളൊക്കെ യോജിച്ചിട്ടുണ്ട്. അലാ അന്നൽ ഹയാഅ, തീർച്ചയായിട്ടും ഈ ലജ്ജ, ഖൈറു കുല്ലിഹി, ഖൈറുൻ കുല്ലു, അത് മുഴുവനും ഖൈറാണ്. വഹുവ ഖൽഖുൻ യബഅസു അലാ തർക്കിൽ കബീഹി വഹുവ ഖുലുഖുൻ, അതൊരു സ്വഭാവമാണ്. യബഅസു അലാ തർക്കിൽ കബീഹി, മോശപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കാൻ അത് പ്രേരിപ്പിക്കുന്നു. വഫിഅലിൽ മദീഹി, നല്ല കാര്യങ്ങളെ ചെയ്യാനും. അത് കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബി ഖൈറിൻ, ലജ്ജ നല്ല കാര്യങ്ങളെയാണ് കൊണ്ടുവരികയുള്ളൂ. അപ്പോൾ ലജ്ജയുണ്ടെങ്കിൽ അയാൾ നല്ല കാര്യങ്ങളാണ് ചെയ്യുകയുള്ളൂ. ഇനി 6 അൽ ബിർറു ഇസ്മുൻ ജാമിഉൻ ലി അൻവാഇൽ ഖൈർ. ബിർറ് എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യങ്ങളെ, അതിൻ്റെ വിവിധ ഇനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു ഇസ്മാണ്. വകുല്ലു ഫിഅലിൻ മർദിയൻ, അതുപോലെ അള്ളാഹിൻ്റെ അടുക്കൽ തൃപ്തിയുള്ള എല്ലാ കാര്യങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്നു. ഫഅലൽ മുഅ്മിനി യതഖല്ലഖ മഅ അല്ലാഹി, ഒരു സത്യവിശ്വാസിയുടെ മേൽ നിർബന്ധമാണ് അൻ യതഖല്ലഖ മഅ അല്ലാഹി, അള്ളാഹിനോടുകൂടെ നല്ല സ്വഭാവത്തിൽ പെരുമാറുക എന്നുള്ളത്. വമഅ ഖൽഖിഹി ബിഖുലുഖിൻ ഹസനിൻ വഅദബിൻ ജമീൽ, അതുപോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടും സൽസ്വഭാവത്തിൽ പെരുമാറുക. വഅദബിൻ ജമീൽ, നല്ല ഒരു ചര്യയിൽ, നല്ല ഒരു രീതിയിൽ പെരുമാറുക. വഅൻ യത്റുക മാ ശക്ക ഫീഹി വതറദ്ദുദിൻ, എന്തെങ്കിലും സംശയം ഏതെങ്കിലും കാര്യത്തിൽ വരികയാണെങ്കിൽ അതിനെ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു നല്ല വിശ്വാസിയുടെ ഒരു ഗുണത്തിൽ വരുന്ന കാര്യമാണ്. ഹുനാക ദാറാനി, 7ാമത്തത്, ഇവിടെ 2 ഭവനങ്ങളാണ്. അദ്ദുന്യ വൽ ആഖിറ, ഭൗതിക ലോകവും പരലോകവും. അദ്ദുന്യ ഫാനിയ, ദുന്യാവ്, ഭൗതിക ലോകം, ഫാനിയത്തുൻ, അത് നശിച്ചു പോകും. വൽ ആഖിറത്തു ബാക്കിയത്തുൻ, പരലോകം അവശേഷിക്കും. വഹിയ ഖൈറുൻ വഅബ്ക, അത് ഏറ്റവും നല്ലതും എന്നും നിലനിൽക്കുന്നതുമാണ്. വൽ ആഖിലു, ബുദ്ധിയുള്ളയാൾ, മൻ യറ ദുന്യ ത്വരീഖൻ അൽ ആഖിറ,
ഭൗതിക ലോകത്തെ പാരത്രിക ലോകത്തേക്കുള്ള ഒരു മാർഗമായിട്ടാണ് അവൻ കാണുന്നത്. വജഅൽ ദുന്യ മുസ്രിഅതൻ ഇലൈഹ മസ്റഅതൻ ഇലൈഹ, ദുന്യാവിനെ ആഖിറത്തിലേക്കുള്ളൊരു കൃഷിയിടമായിട്ടാണ് അത് അവന് കാണുന്നത്. 8 തലബുൽ ഇൽമി, അറിവ് തേടുക എന്നുള്ളത് യസീറു ഫി റിളല്ലാഹി വയുർഷിദുഹു ഇല സബീലിൽ ഹിദായ. ത്വാലിബുൽ ഇൽമി എന്നാണ് കേട്ടോ. ത്വാലിബുൽ ഇൽമി, അറിവ് തേടുന്നവൻ, യസീറു അവൻ സഞ്ചരിക്കുന്നു, ഫി റിളല്ലാഹി അല്ലാഹുവിൻ്റെ തൃപ്തിയിൽ, വയുർഷിദുഹുല്ലാഹു അള്ളാഹു അവനെ നേർവഴിയിലാക്കുന്നു, ഇല സബീലിൽ ഹിദായ സന്മാർഗത്തിൻ്റെ വഴിയിലേക്ക് കൊടുക്കുന്നു. വത്താഅത്തി അതുപോലെ അനുസരണയുടെ വഴിയിൽ, അൽ മൂസിലീന ഇലൽ ജന്ന അങ്ങനെ അവർ സ്വർഗത്തിലേക്ക് എത്തുന്നു. ഫമൻ അസാബ ഇൽമൻ ഫഖദ് അസാബ ഖൈറ ദുനിയ വൽ ആഖിറ, ഒരാൾക്ക് ഇൽമ കിട്ടിയാൽ അയാൾക്ക് ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും നന്മകളൊക്കെ അയാൾക്ക് ലഭിച്ചു. 9 അൽ മുസ്ലിമുൽ ഹഖു, യഥാർത്ഥ മുസ്ലിം, മല്ലാ യുഅ്ദി അഹദൻ ഒരാളെയും ബുദ്ധിമുട്ടിക്കാത്ത ആളാണ്, മിനന്നാസ് ജനങ്ങളിൽ നിന്ന്. കദാലികൽ മുഅ്മിനു സ്വാദിഖു, പ്രകാരം തന്നെ യഥാർത്ഥ സത്യവിശ്വാസി, ലാ യദുറു അഹദൻ ഒരാളെയും ഉപദ്രവിക്കുകയില്ല. വൽ മുഹാജിറു, മുഹാജിർ എന്ന് പറഞ്ഞാൽ മയ്യത്രുക്കുൽ മആസി കുറ്റങ്ങൾ ഒഴിവാക്കിയ ആളാണ്. വൽ മുജാഹിദു, ഒരു മുജാഹിദ് എന്ന് പറഞ്ഞാൽ മയ്യബ്ദുലു വുസ്അഹു ഫി തഅത്തില്ലാഹി തആല അള്ളാഹുവിൻ്റെ താഴത്തിലായിക്കൊണ്ട് വഴിപാടിലായിക്കൊണ്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ ചിലവഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അൽ ഇസ്തിആബ് അരിഫ് കമാ അറഫൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചതുപോലെ താഴെയുള്ള കാര്യങ്ങളെ നീ വിവരിക്കുക, അതിൻ്റെ തഅരീഫ് നിർവചനം പറയുക. അൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്താണ് എന്ന് പറയാം. നമ്മുടെ ഹദീസിൽ ഇഹ്സാൻ എന്താന്ന് വന്നല്ലോ, അൻ തഅബുദല്ലാഹ കഅന്നക തറ വഇല്ലം തകുൻ തറാഹു, അതാണ് അതിൻ്റെ ആൻസർ. പിന്നെ അദ്ദീൻ, അദ്ദീൻ എന്താണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്, അപ്പോൾ അതുപോലെ അവിടെ എഴുതുക. അദ്ദീനു അൻ നസീഹ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അത് എഴുതുക. പിന്നെ അൽ ബിർറു, ബിർറ് എന്ന് പറഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ബിർറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹദീസിൽ അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ് എന്ന് പറഞ്ഞു, അത് എഴുതുക. പിന്നെ അൽ ഇസ്മു, എന്താണ് ഇസ്മു? മാഹാക്ക ഫിൻ നഫ്സി വ കരീത യത്തലി അലൈന്നാസ്. പിന്നെ അൽ മുസ്ലിമു, ആരാണ് മുസ്ലിം? അപ്പോൾ അവിടെ ഹദീസിൽ അൽ മുസ്ലിം അൻ സലിമ നാസു മിൻ ലിസാനിഹി വയദിഹി എന്ന് പറഞ്ഞു, അത് എഴുതുക. അൽ മുഹാജിർ, അത് മുഹാജിർ മൻ ഹജറൽ ഖതായ വദ്ദുനൂബ്. പിന്നെ അൽ മുജാഹിദ് മൻ ജാഹദ നഫ്സഹു ഫി തഅത്തില്ല. അപ്പോൾ ആ വിഷയങ്ങൾ നിങ്ങൾ നോട്ടിൽ എഴുതണം. യുദ്കുർ ഹദീസ യുഷീറു ഇല ഫദ്ലി തൊലബിൽ ഇൽമ്, ഇൽമ് തേടുന്നതിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് മടങ്ങുന്ന ഒരു ഹദീസ് പറയാം. മാവുൽ ഹയാ, എന്താണ് ലജ്ജ? ഇനി അർത്ഥം വ്യക്തമാക്കുക. ബയ്യൻ അൽ മഅന, ദഅ മാ യുരീബുക ഇല മാ ലാ യുരീബുക, സംശയമുള്ളതിനെ നീ ഒഴിവാക്കിയിട്ട് സംശയമില്ലാത്തതിനെ എടുക്കുക. ഇദാലം തസ്തയി ഫസ്നൈ മാ ശിഅത, നിനക്ക് ലജ്ജയില്ലെങ്കിൽ നിനക്ക് തോന്നിയതൊക്കെ നീ ചെയ്യും. ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, തീർച്ചയായിട്ടും പിന്നെ നിശ്ചയം ഈ പ്രവർത്തനങ്ങൾ അത് ഉദ്ദേശശുദ്ധി കൊണ്ട് മാത്രമാണ്, നിയ്യത്ത് കൊണ്ട് മാത്രമാണ്. ഇനി ബാവുൽ ഹദീസു, എന്താണ് ഹദീസ്? അപ്പോൾ ഹദീസ് എന്താണെന്ന് നിർവചിക്കുക, അതുപോലെ അതിൻ്റെ ഉദാഹരണം കൂടി കൊടുക്കുക. ബയ്യൻ മഅൽ അംസില, ഉദാഹരണ സഹിതം കൊടുക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് പ്രവർത്തനങ്ങൾ, അതുപോലെ നബിയുടെ കാലത്ത് സഹാബികൾ ചെയ്തതിന് നബി മൗനാനുവാദം കൊടുത്ത കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഹദീസിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ പൂർണ്ണ നിർവചനം എഴുതുക. 1-2 ഹദീസ് ഉദാഹരണം എഴുതുക. ഇനി ഇസ്രായേൽ ഹദീസുൽ ആത്തിയ, താഴെയുള്ള ഹദീസുകളെ വിശദീകരിക്കുക. അൽ അദ്ദീനു അൻ നസീഹ, അതിന് വിശദീകരണം എഴുതുക. അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്, ഗുണം എന്നാൽ സൽസ്വഭാവമാണ്, അപ്പോൾ അതിൻ്റെ വിശദീകരണം എഴുതുക. കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറുസ് സബീൽ, നീ ഭൗതിക ലോകത്ത് ഒരു വിദേശിയെ പോലെയോ ഒരു വഴിയാത്രക്കാരനെ പോലെയോ ആകുക. ആ ഹദീസ് വിശദീകരിക്കുക. ഇനി കമ്മിൽ അൽ ഫറാ, ഒഴിഞ്ഞ ഭാഗം പൂരിപ്പിക്കുക. ഇവിടെ 3 ഹദീസ് തന്നിട്ടുണ്ട്. ഇദാലം തസ്തഹി ഡാഷ് ഫസ്ന മാ ശിഅത. അൽ ഇഹ്സാനു അൻ തഅബുദല്ലാഹ കഅന്നക തറ വഇല്ലം തകുൻ തറാഹു, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നത് പോലെ നീ അവൻ ആരാധിക്കുക, അവൻ നിന്നെ കാണുന്നുണ്ട്.
മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹ്ഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അപ്പോൾ അത് മുഴുവൻ എഴുതുക. ഇനി അൽ അഹാദീസു ഷരീഫ, എന്താണ് പവിത്രമായ പരിശുദ്ധമായ ഹദീസ്? അൽ ഹദീസു ലുഅത്തൻ ഭാഷയിൽ അൽ ജദീദ് എന്നാണ്, പുതിയത് എന്നാണ്. ഭാഷാർത്ഥത്തിൽ ഹദീസ് എന്ന് പറഞ്ഞാൽ പുതിയത് എന്നാണ്. യജ്മ വല അഹാദീസിൻ, അത് പിന്നെ യജ്മ വല അഹാദീസ്, ഹദീസിൻ്റെ ജമ്മാണ് അഹാദീസ്. വസ്തിലാഹൻ, സാങ്കേതികമായിട്ട് മാ ഉളീഫ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബിയിലേക്ക് ചേർക്കപ്പെടുന്ന ഒന്നാണ്. മിൻ ഖൗലിൻ, അത് സംസാരത്തിനാൽ, ഔ ഫിഅലിൻ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തനത്താൽ, ഔ തക്രീർ, നബി ഏതെങ്കിലും മൗനാനുവാദം കൊടുത്തു, ഔ സിഫ, ഏതെങ്കിലും സിഫത്തുകൾ, വിശേഷണങ്ങൾ, ഇതൊക്കെയാണ്. ഇതിന് ഉദാഹരണമാണ് അൽ കൗലു, മിസാലുൽ കൗൽ അദ്ദീനു വൻ നസീഹ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ അൽ ബുഖാരി. മിസാലുൽ ഫിഅൽ, അപ്പോൾ ഇതൊരു കൗലിൻ്റെ ഉദാഹരണമാണ്. അദ്ദീനു വൻ നസീഹ, അത് ഹദീസിൽ കൗല്, നബിയുടെ കൗലിൻ്റെ ഉദാഹരണമാണ്. പിന്നെ നബിയുടെ ഫിഅലിൻ്റെ ഉദാഹരണമാണ് തവല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളു എടുത്തത് ഓരോ ഉളുവിൻ്റെ പ്രവർത്തനങ്ങളും മൂന്ന് പ്രാവശ്യമാക്കിയിട്ടാണ്. അപ്പോൾ അതൊരു ഫിഅലാണ്, നബിയിൽ നിന്നുള്ളൊരു ഫിഅലാണ്, പ്രവർത്തനമാണ്. റവാ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തതാണ്. ഇനി തക്രീർ, മൗനാനുവാദം. ഇഖ്റാറഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹും അല അക്ലിൽ ളുബ്ബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് ഈ ഉടുമ്പിൻ്റെ മാംസം ഭക്ഷിക്കാൻ സമ്മതം കൊടുത്തു. വഇല്ലം യഅ്കുലുഹു, നബി അതിനെ ഭക്ഷിക്കാറില്ലായിരുന്നു. നബി ഭക്ഷിക്കുന്നില്ലെങ്കിലും മറ്റുള്ളവർക്ക് അനുവാദം കൊടുത്തു. ഇത് ഇഖ്റാറിൻ്റെ ഉദാഹരണമാണ്. മിസാലു സിഫ, ഇനി സിഫത്തിൻ്റെ ഉദാഹരണം. ലം യകുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിത്തൂലി വലാ ബിൽ കസീർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര നീളമുള്ള ആളും ഭയങ്കര കുറുതായ നീളമില്ലാത്ത ആളുമായിരുന്നില്ല. ഒരു മിതമായ വലിപ്പമായിരുന്നു നബിയുടെ ശരീര രൂപം എന്ന് പറയുന്നത്. അപ്പോൾ അത് നബിയുടെ ഒരു സിഫത്താണ്, വിശേഷണമാണ്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. വലികുല്ലി ഹദീസിൻ തുറഫാനി, എല്ലാ ഹദീസുകൾക്കും രണ്ട് ഭാഗം ഉണ്ടാവും. സനദ് വൽ മത്തിൻ, ഒന്ന് സനദാണ്, ആ ഹദീസിൻ്റെ പരമ്പര, ആരൊക്കെയാണത് റിപ്പോർട്ട് ചെയ്ത റാവിമാരുടെ കൈമാറ്റം ചെയ്തു വന്ന പരമ്പര. വൽ മത്തിൻ, ഒന്ന് ആ ഹദീസിൻ്റെ ടെക്സ്റ്റാണ്, എന്താണ് ഹദീസിൽ പറയുന്ന കണ്ടൻറ്റ്. വൽ മുറാദ് ബി സനദ് റുവാത്ത്, ഈ സനദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റാവിമാരാണ്, ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകളാണ്. വൽ മത്തിന് നസ്സുൽ മർവിയു, റിപ്പോർട്ട് ചെയ്യപ്പെട്ട ടെക്സ്റ്റിനാണ് മത്തിന് എന്ന് പറയുന്നത്. ഹുനാക കുത്തുബൻ കസീർ അലിൽ ഹദീസ്, ഹദീസുകളുടെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. വഅശ്ഹറുഹ, അതിൽ ഏറ്റവും പ്രസിദ്ധമായത് സിത്തത്തുൻ, 6 യൂറഫ് ബി സിഹാ സിത്ത എന്ന പേരിൽ അത് അറിയപ്പെടുന്നു. വഹിയൽ ജാമിഉ സഹീഹ് ലി മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി, സിഹാഉ സിത്തയിൽപ്പെട്ടത് ഒന്ന് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ജാമിഉ സഹീഹാണ്, ഒരു ഗ്രന്ഥമാണ്. അതുപോലെ സഹീഹ് മുസ്ലിമാണ്, മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് അന്നീസാബൂരി, ഇമാം മുസ്ലിമിൻ്റെ സഹീഹ് മുസ്ലിമാണ്. സുനനു അബി ദാവൂദ് ലി സുലൈമാൻ ഇബ്നുൽ അഷ്അസ് അസ്സജിസ്താനി, അതുപോലെ സുനനു അബൂദാവൂദ് സുലൈമാൻ ബിൻ അഷ്അസിൻ്റെ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ സുനന്. അൽ ജാമിഉൽ കബീർ ലി മുഹമ്മദ് ബിൻ ഈസാ തുർമുദി, ഇമാം തുർമുദിയുടെ ജാമിഉൽ കബീർ. വസുനൻ ഇബ്നു മാജ ലി മുഹമ്മദ് ഇബ്നു യസീദ് അൽ ഖസ്വൈനി, ഇമാം ഖസ്വൈനി മുഹമ്മദ് ബിനു യസീദ് അൽ ഖസ്വൈനിയുടെ സുനൻ ഇബ്നു മാജ. അതുപോലെ സുനനുൻ നസായി ലി അഹ്മദ് ഇബ്നു അലി അൽ ഖുറാസാനി, അദ്ദേഹത്തിൻ്റെ സുനൻ നസായി. അപ്പോൾ ഈ 6 ഗ്രന്ഥങ്ങളാണ് സിഹാഉ സിത്ത എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിങ്ങളിതിൽ ചെയ്യേണ്ട ഒരു അസൈൻമെൻറ്റാണ് ഇജ്മഅ അശറത്ത് മിനൽ അഹാദീസ് ഷരീഫ, വിശുദ്ധമായ 4 ഹദീസുകൾ ഒരുമിച്ച്, പരിശുദ്ധമായ 10 ഹദീസുകൾ ഒരുമിച്ച് കൂട്ടുക. തറജംഹ ഇലാ ലുഗതിക, നിൻ്റെ ഭാഷയിലേക്ക് അതിനെ പരിഭാഷപ്പെടുത്തുക. മുക്തബ മക്കാലത്തൻ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി ഖിദ്മാത്തിഹി അൽ ജലീല, ഇമാം ബുഖാരി ഇമാമിനെ കുറിച്ചൊരു ലേഖനം എഴുതുക. അദ്ദേഹത്തിൻ്റെ മഹത്തായ സേവനങ്ങളെക്കുറിച്ചും ആ ലേഖനത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.